ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടുപ്പത്ത് കുക്കർ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതാ കറാമ്പട്ട, കുരുമുളക്, കറാമ്പൂ, അതുപോലെ തന്നെ ലേശം ഏലക്കായൻ്റെ പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ലേശം ബോംബാള്ളി മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോംബാള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ. അതുപോലെ ഇതാ കട്ടിക്ക് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇനി അതിലേക്ക് ലേശം കരിവേപ്പിലയും കൂടി ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളി നന്നായിട്ട് താളി കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഈ ഉള്ളി നന്നായിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വഴന്ന് വരണം. ഈ നമ്മളെ വെജിറ്റബിൾസ് ഇടുന്ന സമയത്ത് ഉള്ളി അതിൽ അധികം അങ്ങനെ കടിക്കുന്ന രീതിയിൽ ഉണ്ടാവരുത്. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ചിട്ട്. പിന്നെ നമ്മളിത് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിന് കൂടെ തന്നെ ഒരു 2-3 ബീൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ലേശം കടല വെള്ളത്തിൽ പുതിർത്തി വെച്ചതുണ്ടായിരുന്നു, പട്ടാണിക്കടല. അതാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തലേന്ന് രാത്രി കുതിർത്ത് വെച്ച കടല പിറ്റേന്ന് നന്നായി കഴുകിയതിന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതാ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കുരുമുളകും നമ്മൾ വേണ്ട പോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുരുമുളകിന് പകരം നമുക്ക് കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതവിടെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലിൽ വേവിച്ചെടുക്കുക നമ്മൾ. ഇനി ഇത് വെന്ത് കഴിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൻ്റെ അടുപ്പ് മൂടി തുറന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് രണ്ടാം പാൽ കഴിഞ്ഞ ശേഷം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കരിവേപ്പിലയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറി ഇഷ്ടമായ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യട്ടോ.